ഹലോ, ഞാൻ ഷാജു മുല്ലൂർ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ തേങ്ങ ചിരകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണപ്പെടുന്നത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ എങ്ങനെ എളുപ്പത്തിൽ തേങ്ങ ചിരകാം അല്ലെങ്കിൽ തേങ്ങ തിരുമ്മുക. ചിലയിടത്ത് ചിരകുക എന്ന് പറയും, ചിലയിടത്ത് തിരുമ്മുക എന്ന് പറയും. നൂതനമായിട്ടുള്ള രീതികളൊന്നും ഉപയോഗിക്കാതെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തന്നെ എങ്ങനെയാണ് എളുപ്പത്തിൽ തേങ്ങ ചിരകാൻ സാധിക്കുക, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന തേങ്ങ, ആ തേങ്ങയ്ക്ക് വാങ്ങിക്കുന്നതാണെങ്കിലും വീട്ടിലുണ്ടാവുന്നതാണെങ്കിലും ഒന്നാമത് നമ്മൾ അതിൽ എത്ര വെള്ളമുണ്ടെന്നുള്ളത് കുലുക്കി നോക്കണം. ഞാൻ കാണിച്ചു തരാം. ഈ തേങ്ങയാണെങ്കിൽ ഇത് കണ്ട ഒരു തേങ്ങ, ഇതിൽ എത്ര വെള്ളമുണ്ട് എന്നുള്ളത്. വെള്ളം ഉള്ളിൽ കുറവായിരിക്കണം, അതേസമയം വെയിറ്റ് കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് കൂടുതലുണ്ടാവുകയുള്ളൂ. കാമ്പ് കൂടുന്തോറും നമ്മൾ ചിരകിയെടുക്കുന്ന തേങ്ങയുടെ അളവും കൂടും, പിന്നെ ചിരകിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കുകയും ചെയ്യും. രണ്ടാമതൊരു കാര്യം, ഈ തേങ്ങ ചിരകിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ കണ്ണ് ഭാഗം ഉണ്ടല്ലോ, ഈ കണ്ണ് ഭാഗം ആയിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. നനവുള്ളതായിരിക്കുമ്പോൾ ഉള്ളിൽ തേങ്ങ കേട് വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നനവില്ലാത്ത തേങ്ങയുടെ കണ്ണുകൾ നനവില്ലാത്ത തേങ്ങ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് പൊട്ടിക്കുന്ന രീതി, ഇത് ഉടയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കി വെക്കാം. ഇതിൽ തട്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഒന്ന് നോക്കാം. കഴിയുന്നതും ഒറ്റത്തട്ടിന് പൊട്ടാവുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. 1-2 തട്ട്. ഇത് 3 തട്ടിന് ഇത് പൊട്ടി. 3 തട്ടിന് ഇതിന് എന്താ പറയുക, പൊട്ടൽ വീണിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും. വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ പകർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് അടർന്ന് പോന്നിട്ടുണ്ട്. ഇങ്ങനെ 1-2 തട്ട് കൊണ്ട് തന്നെ അടർന്ന് പോരുകയാണെങ്കിൽ, ചിലർ തട്ട് എന്ന് പറയും, ചിലർ മുട്ടെന്ന് പറയും. അപ്പോൾ 1-2 തട്ട് കൊണ്ട് അത് അടർന്ന് പോരുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടും. ഈ തേങ്ങ എളുപ്പത്തിൽ എങ്ങനെ ചിരകാം എന്നൊന്ന് നോക്കി നോക്കാം. ഓരോരോ വീട്ടിലും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം തേങ്ങ ചിരകുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ട്. കാരണം 90% വീടുകളിലും ഈ തേങ്ങ ചിരകുന്നത് വീട്ടിലെ പുരുഷന്മാരാണ്. കാരണം അമ്മമാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ചിരകാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതുപോലെ ഒരു ഷീറ്റ് ഞാൻ താഴെ വിരിക്കുകയാണ്. നിലത്തിരുന്നാണ് ഞാൻ ചിരകുന്നത്. താഴെ വിരിച്ചു. അതിലേക്ക് ഇതാ ഒരു പഴയ ചിരവയാണ്, ആ ചിരവ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ പിന്നെ ഒരു പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിൽ നിന്നും ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ എങ്ങനെ ചിരവാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു പോകുന്നത്. ഈ സ്റ്റൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തേങ്ങ ഇങ്ങനെ വെക്കുന്നു, കണ്ടോ? ഇതിലേക്ക് ഈ 2 വിരൽ ഇങ്ങനെ കൊടുക്കുക. 2 വിരൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ഇതിൻ്റെ ഈ പല്ലുകളുടെ ഫുൾ നടുവിൽ ഭാഗത്തായിട്ട് വെക്കരുത്, ഏകദേശം ഈ സൈഡിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഈ 2 വിരൽ കൊടുത്ത് നമുക്ക് ചിരകി നോക്കാമെന്ന്. അപ്പോൾ ഇത് ചിരകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, തേങ്ങ പരമാവധി പുറത്തു പോകാത്ത രീതിയിൽ, പരമാവധി കളയാതെ രീതിയിൽ വേണം നമ്മൾ തിരുമ്മാനായിട്ട്. എന്തിനാണ് ഈ അടിയിൽ ടവൽ വെക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ടവൽ വെക്കുന്നത് നമ്മളറിയാതെ തേങ്ങ അല്പമെങ്കിലും പുറത്തേക്ക് തെറിച്ച് വീഴുകയാണെങ്കിൽ ആ ടവലെടുത്ത് നമുക്ക് കുടഞ്ഞളഞ്ഞാൽ മതി. കൂടുതൽ വേസ്റ്റ് പോലെ നിലത്ത് കിടക്കത്തില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടവല് നമുക്ക് വെക്കുന്നത്. നല്ല രീതിയിൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരകാനായിട്ട് ഈ രീതിയിൽ ചെയ്താൽ മതി. ഇതേപോലെ ചെയ്താൽ മതി. കണ്ടോ? ഈ 2 വിരൽ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിത് വലതുഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്ക് നടുവേദനയോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇടതുഭാഗത്തേക്കും തിരിഞ്ഞിരിക്കാം. അപ്പോൾ 2 ഭാഗത്തേക്കും അങ്ങനെ മാറി മാറി ഇരുന്ന് തേങ്ങ ചിരകുകയാണെങ്കിൽ നമുക്ക് നടുവേദന ഉണ്ടാകാതിരിക്കാനും കഴിയും. അപ്പോൾ തേങ്ങ ചിരകുമ്പോൾ എത്ര സമയം അതിനെടുക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് തേങ്ങ ചിരകുന്നതെങ്കിൽ ഈ 2 വിരൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തേങ്ങ ചിരകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് ചിരകി തീരും.
ഇത് കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ അത് വീഴുന്നുണ്ട്. അതുപോലെ ചിരകുന്ന തേങ്ങയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ തേങ്ങ ചിരകാനുള്ള തേങ്ങ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഇതിൻ്റെ കാമ്പ് കണ്ടോ, വളരെ കട്ടി കൂടിയിട്ടുള്ള കാമ്പാണ്. നമ്മൾ ആ തേങ്ങ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിങ്ങനെ കാണാനായിട്ടുള്ള കാരണം. വെള്ളം കുറവായിരുന്നു, അതേസമയം വെയിറ്റ് കൂടുതലായിരുന്നു, അങ്ങനെ ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഇത്രയും കട്ടിയുള്ള ഒരു തേങ്ങ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ തേങ്ങാമുറയുടെ ഉള്ളിൽ കണ്ടോ ചെറുകിയിരിക്കുന്ന ആ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഷേപ്പ് ഇത്രയും നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം തേങ്ങ ചിരകിയെടുക്കാനായിട്ട്. ഏവരെയും ആകർഷിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ സാധിക്കും. അതുകൊണ്ട് തേങ്ങ ചിരകിയെടുക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ. ഇതിനൊരു 5 മിനിറ്റ് പോലും വേണ്ട തേങ്ങ ചിരകിയെടുക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇത് ഫിനിഷ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശമൊക്കെ ചിരകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മുറി പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇത്രയായി തീർന്നിട്ടുണ്ട്. നമുക്ക് പരിപൂർണമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ തേങ്ങ ചിരകിയെടുക്കാനായിട്ട് പറ്റും. ഒട്ടും ബാലൻസ് വെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ബാലൻസ് വെക്കാതെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ചിരകി കിട്ടും. അങ്ങനെ ചിരകി കിട്ടിക്കഴിഞ്ഞാൽ ഉറുമ്പ് ഈ തേങ്ങയുടെ ഈ മുറി അല്ലെങ്കിൽ ഈ ചിരട്ട നമ്മൾ പുറത്ത് കളയുമ്പോഴും എടുത്ത് വെക്കുമ്പോഴൊക്കെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഉറുമ്പ് വന്ന് കയറാതിരിക്കാനും ഇങ്ങനെ നമ്മൾ തേങ്ങ ഇരകുന്നത് വളരെയധികം സഹായിക്കും. തേങ്ങ മൊത്തം ചിരകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മുറി മൊത്തം ചിരകി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മുടെ തേങ്ങ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വേസ്റ്റ് താഴെ വീണിട്ടില്ല. കണ്ടോ, ഞാൻ ചിരവി എടുത്ത് മാറ്റുകയാണേ. ഒട്ടും വേസ്റ്റ് തുണിയിൽ വീണിട്ടില്ല. ഈ വേസ്റ്റ് എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ഈ തുണി ഇങ്ങനെ എടുത്തിട്ട് ഈ ടർക്കി ഇങ്ങനെ എടുത്തിട്ട് അത് കുടഞ്ഞു കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ വേസ്റ്റ് പൂർണ്ണമായിട്ടും പോകും. നിലത്ത് ഒട്ടും തന്നെ വീഴാത്ത രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതാണ് നിലത്ത് വീണു എന്ന് പറഞ്ഞാൽ ഇവിടെ വീണിട്ടുള്ള ആകെ, മറ്റൊന്നും തന്നെ വീണിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.